ഈ കാണുന്നതൊക്കെയാണ് പെയിന്റിംഗ് വർക്ക് എല്ലാം കഴിഞ്ഞു. ഹലോ ഗൈസ്, ഇതെന്റെ ആക്റ്റീവയാണ്. ഈ വണ്ടിക്ക് ഒരു 4-5 വർഷത്തെ പഴക്കമുണ്ട്. പിന്നെ കുറച്ച് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക്ഷോപ്പ് കൊടുത്തപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ മഡ് ഗാർഡിന് ചെറിയൊരു ഹോള് വന്നിട്ടുണ്ട്, തുരുമ്പെടുത്തിട്ട് ഹോള് വന്നിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം വിചാരിച്ചു നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ മനസ്സിലായത് സ്റ്റിക്കർ ഒട്ടിച്ചാൽ അത് കൂടുതൽ തുരുമ്പെടുക്കുകയുള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചു അത് നമ്മൾ തന്നെ ഒന്ന് പെയിന്റ് ചെയ്താലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് അത് പെയിന്റ് ചെയ്യാൻ പോവാണ്. പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഈ കാല് വെക്കുന്ന ഈ പ്ലാറ്റ്ഫോം നല്ലപോലെ തുരുമ്പായി വരുന്നുണ്ട്. ഈ പ്ലാറ്റ്ഫോമും കൂടെ നമ്മളിന്ന് പെയിന്റ് ചെയ്താലോ എന്ന് വിചാരിക്കുന്നത്. അപ്പം ആ പെയിന്റിംഗ് ആണ് ഇന്നത്തെ പരിപാടി. അപ്പം നമ്മളെ വണ്ടീൻ്റെ മഡ് ഗാർഡ് വെൽഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഷോപ്പ് കൊടുത്തിട്ട് വെൽഡ് ചെയ്യിപ്പിച്ചതാണ്. അപ്പം ഇത് ഈ കാണുന്നതൊക്കെയാണ് നേരത്തെ പറഞ്ഞ തുരുമ്പെടുത്ത് എന്ന് പറഞ്ഞ പോർഷൻസ്. ഇതൊക്കെയാണ്. അപ്പൊ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തുരുമ്പുണ്ടായിരുന്നു. ഒരു ഹോള് തന്നെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഇവിടെ ഇനി ഈ കാണുന്ന സൈഡിലൊക്കെ തുരുമ്പായിപ്പോയതാണ്. ഈ സൈഡിലൊക്കെ. ഇനി ഇതിന്റെ ഉള്ളിലത്തെ പോർഷൻ ഇങ്ങനെയാണ്. ഇതൊക്കെ അവർ വെൽഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ പുട്ടിയിട്ട് ക്ലിയർ ആക്കിയിട്ട് വേണം നമ്മൾ പെയിന്റ് ചെയ്യാൻ. എന്താ നമ്മളെ വണ്ടി ഇത് നമ്മൾ പെയിന്റ് ചെയ്തിട്ട് വർക്ക്ഷോപ്പ് കൊടുത്ത് ഇതൊക്കെ ഫിക്സ് ചെയ്തെടുക്കണം. ഈ വെൽഡ് ചെയ്തതിൻ്റെ ഈ ഒരു തെറിച്ചു പോയിട്ടുള്ള സാധനങ്ങളൊക്കെ ക്ലീൻ ആക്കുന്നതാണ്. ഈ മിക്സാക്കിയ സാധനം എന്താണ്? ഇത് വൈറ്റ് ബോഡി ഫില്ലർ. റോസ് കളറിൽ കാണുന്നതാണ് അതിൻ്റെ ഹാർഡനർ. ആ ഹാർഡനർ ചേർത്താൽ മാത്രമേ ഇത് ഉണങ്ങൂ, കട്ടിയായിട്ട് ഉണങ്ങി കിട്ടും. ഇത് മിക്സാക്കിയതിന് ശേഷം ആവശ്യമായ സ്ഥലങ്ങളിലൊക്കെ നല്ലൊരു കോട്ടിങ്ങിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളെ മഡ് ഗാർഡ് നമ്മൾ നേരത്തെ പുട്ടിയിട്ട് വെച്ചത് അത് ഉണങ്ങിയിട്ടുണ്ട്. നമ്മളിത് പേപ്പർ ചെയ്യാണ് വേണ്ടത്. സാധാരണയായിട്ട് നമ്മൾ പേപ്പർ ചെയ്യുമ്പോൾ നമ്മൾ കൈനെ കൊണ്ട് തന്നെ സാൻഡ് പേപ്പർ വെച്ചിട്ട് നമ്മൾ പേപ്പർ ചെയ്യണം. പക്ഷെ ഇപ്പം നമുക്ക് മെഷീൻ ഉള്ളത് കൊണ്ട്, ഒരു മെഷീൻ കിട്ടിയത് കൊണ്ട്, ഒരു ഫ്രണ്ടിന്റെ മെഷീനാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ മെഷീൻ വെച്ചിട്ട് ചെയ്യുന്നു. നമ്മൾ മെഷീൻ യൂസ് ചെയ്ത് ചെയ്യുന്നതായത് ഇത് നല്ല ഡസ്റ്റ് പൊടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ മാസ്ക് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. ഗൈസ്, ഇത് ചെയ്യണമെങ്കിൽ നല്ല കുറച്ചൊരു എക്സ്പീരിയൻസ് എന്തായാലും വേണം. അപ്പൊ ഇത് എനിക്ക് കഴിയുന്നത് പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കി ഏട്ടൻ ഫിനിഷ് ചെയ്യുന്നുണ്ട്. പ്ലാറ്റ്ഫോം എല്ലാം പുട്ടിയിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പോർഷൻസിൽ ഇനിയിപ്പോൾ പെയിന്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള പോർഷൻസിൽ പെയിന്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തതാണ്. ഇപ്പോൾ ഈ വെള്ള അടിക്കുന്നത് പ്രൈമറാണ്. ഈ പ്രൈമർ അടിച്ചതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് പേപ്പർ ഇട്ടിട്ട് വേണം പെയിന്റ് ചെയ്യാൻ. നമ്മൾ വണ്ടീൻ്റെ ഈ ഒരു മഞ്ഞ കളറിലെ പെയിന്റ് സ്പ്രേ ചെയ്യുന്നതാണ്. ഈ കളറ് നമ്മൾ അടുത്തുള്ള വണ്ടീൻ്റെ എല്ലാം പെയിൻറ്റ് കിട്ടുന്ന ഒരു കടയിൽ പോയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മൾ വണ്ടിയായിട്ട് വേണം പോകാൻ. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ ആ പെയിൻറ്റിന് അതേ ഷെയ്ഡ് വരുന്ന പെയിൻറ്റ് ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ 2-3 കളർ കൂടിയിട്ട് അത് മിക്സ് ആക്കിയിട്ട് നമ്മളെ കളർ ആയിട്ട് മാച്ച് ആക്കിയിട്ട് തരുകയാണ്.
മഡ്ഗാർഡ് നമ്മൾ ഏകദേശം ഫിനിഷിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കലാണ്, ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് ഒരു ക്ലിയറും കൂടി അടിക്കാനുണ്ട്. ഇപ്പം പ്ലാറ്റ്ഫോം സ്പ്രേ ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്. പ്ലാറ്റ്ഫോം ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ സ്പ്രേ ചെയ്തതിന് മേലെ നമ്മളൊരു ക്ലിയർ കൂടി അടിക്കാറുണ്ട്. അന്നേരമാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ഫിനിഷ് ആവുന്നത്. അങ്ങനെ നമ്മളെ വണ്ടീൻ്റെ പെയിൻറ്റിങ് വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ